ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ശരിയായ ഉത്തരം നൽകി കൽപ്പന ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 8,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കും. അപ്പൊ 8,000 രൂപയ്ക്കുള്ള അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം. പച്ചക്കുതിര 4ാമത്തെ ചോദ്യത്തിലേക്ക്. റോളൻ ഗാരോസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പച്ചക്കുതിര ഓപ്ഷൻസ്: എ US ഓപ്പൺ, ബി ഫ്രഞ്ച് ഓപ്പൺ, സി ഓസ്ട്രേലിയൻ ഓപ്പൺ, ഡി വിംബിൾഡൺ. ഫ്രഞ്ച് ഓപ്പൺ. ആലോചിക്കൊന്നും വേണ്ട, 30 സെക്കൻഡ് വേണ്ട, 3 സെക്കൻഡ് പോലും വേണ്ട, ഒട്ടും വേണ്ട. ഫ്രഞ്ച് ഓപ്പൺ ആണ്. കൺഫേം ചെയ്തോട്ടെ? പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, ബി ഫ്രഞ്ച് ഓപ്പൺ. എന്നിട്ടാണോ എനിക്ക് ബുദ്ധിയില്ല എന്നുള്ളത് ആളുകളോട് പറയുമോ എന്നൊക്കെ ചോദിച്ചെന്നെ? അല്ല സിധു, പൊതുവെ എനിക്ക് ഈ സ്പോർട്സുമായിട്ട് വലിയ ബന്ധമില്ല. PT ഉഷ ഓടിയാ കാണും. അതുകൊണ്ട് തന്നെ സിധു ഇതൊക്കെ എങ്ങനെ കിട്ടും? ചിലപ്പോ മോള് ലാപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ കുട്ടികൾ, അവരിൽ നിന്നാണ് ഇങ്ങനത്തെ ന്യൂസുകൾ കിട്ടുന്നത്. സിൽസും ഒക്കെ ഫ്രഞ്ച് ഓപ്പൺ. മാത്രമല്ല കളിമണ്ണ് കൊണ്ടുള്ള കോർട്ടിലാണ് ഈ കളി നടക്കുന്ന പോലും. ശരി, അപ്പൊ നമുക്ക് ചോദിക്കാം. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? അപ്പോ ശരിയാണ്, ഫ്രഞ്ച് ഓപ്പൺ തന്നെയാണ് അല്ലേ? അപ്പൊ ബുദ്ധി മതി, വേറൊന്നും വേണ്ട. അപ്പൊ ഇനി ഈ ബുദ്ധി എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നത് മാത്രമാണ് നമുക്ക് തീരുമാനിക്കാനുള്ളത്. ബുദ്ധി ആവശ്യത്തിന് കയ്യിലുണ്ട്, അത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. അത് വളരെ വൈദഗ്ധ്യത്തോടുകൂടി ചെയ്യുന്ന ഒരാളാണ് കൽപ്പന എന്ന് എനിക്കറിയാം. പ്രേക്ഷകരും കൂടെ അത് മനസ്സിലാക്കട്ടെ. അപ്പൊ 16,000 രൂപയ്ക്കുള്ള അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 16,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട 5ാമത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര. പ്രോഗ്രസീവ് പെയിന്റേഴ്സ് അസോസിയേഷൻ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻസ് പ്ലീസ്. എ KCS പണിക്കർ, ബി RVG മേനോൻ, സി അയ്യപ്പ പണിക്കർ, ഡി പ്രേം പണിക്കർ. 30 സെക്കൻഡുകളുണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. KCS ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് 2 പണിക്കരും 3 പണിക്കർ കൺഫ്യൂഷനാണ്. ഒരു ഇതായിട്ട് ഞാൻ പറയുകയാണ് KCS പണിക്കരാണ്. KCS പണിക്കരാണ്. സമയമില്ല ആലോചിക്കാൻ. അതെ, അതല്ല, അല്ല, അതെന്ത് വന്നാലും ഫിക്സ് ചെയ്തോളൂ. KCS പണിക്കരാണെന്നാണ് ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. എ KCS പണിക്കർ. സഹപ്രവർത്തകനാണെന്നുള്ളത് ശരി തന്നെ, കൂട്ടുകാരനാണെന്നുള്ളതും സമ്മതിച്ചു. കൽപ്പന സിനിമയിൽ വന്ന സമയത്ത് തന്നെയാണ് ഞാനും സിനിമ തുടങ്ങുന്നതും, അതും സമ്മതിച്ചു. പക്ഷെ ഇവിടെ അതൊന്നും നടക്കില്ല കൽപ്പന. കാരണം എന്താണെന്നറിയോ? എനിക്കും അറിയില്ല ശരിയായ ഉത്തരം. ഏതായാലും പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, കൽപ്പന പറഞ്ഞ ഉത്തരം ശരിയാണോ? ശരിയാണ്. അതെനിക്ക് പണിക്കർ 3 പണിക്കർ വന്നാണ്. ഇന്ത്യ കണ്ട ചിത്രകാരന്മാരിൽ പേരെടുത്ത ഒരാളായിരുന്നു KCS പണിക്കർ. എവിടെയാണ് അദ്ദേഹത്തിന്റെ വീടെന്നറിയാമോ? പൊന്നാനി സ്വദേശിയാണ് അദ്ദേഹം. KCS പണിക്കർ എന്നതാണ് ശരിയായ ഉത്തരം. അങ്ങനെ 16,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിച്ചു. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 32,000 രൂപ കിട്ടും കൽപ്പന. 32,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണം കിട്ടും. ഒരു പവന്റെ മുകളിൽ പച്ചക്കുതിരയായി വന്ന് പച്ചക്കുതിരയെ സോപ്പിട്ട് എളുപ്പമുള്ള ചോദ്യങ്ങൾ ചോദിപ്പിച്ച് എല്ലാറ്റിനും ശരിയായ ഉത്തരം പറഞ്ഞ് അങ്ങനെ ആയിട്ടില്ല. 16,000 രൂപ വരെ എത്തിയില്ലേ കൽപ്പന? അല്ലേ? എനിക്ക് എന്റെ ബുദ്ധിയുടെ ഒരു സംഭവമാണ്. അത് കുഴപ്പമില്ല, നോക്കാം സിദ്ധു. ഇനി ഇല്ലേ, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ. പിന്നല്ലേ, അതേ ഉള്ളൂ. അത് നമുക്ക് തെളിയിക്കാമല്ലോ. ഇപ്പോ നമുക്കറിയുമോ അറിയില്ല എന്നുള്ളത് നമ്മൾ ഓരോ ചോദ്യങ്ങളിലൂടെ പടിപടിയായി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ 32,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട 6ാമത്തെ ചോദ്യമാണ്. പച്ചക്കുതിര 6ാമത്തെ ചോദ്യത്തിലേക്ക്. കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. പച്ചക്കുതിര ഓപ്ഷൻസ്: എ ധർമ്മടം, ബി മട്ടാഞ്ചേരി, സി നീണ്ടകര, ഡി വിഴിഞ്ഞം. യുവർ ടൈം ബിഗിൻസ്. നീണ്ടകര. എന്റെ അച്ഛന്റെ സ്ഥലമാണ് ചവറ, കൊല്ലം. സി നീണ്ടകര. കൺഫേം ചെയ്തോട്ടെ? കൺഫേം. നീണ്ടകര. സി നീണ്ടകര. അച്ഛന്റെ സ്ഥലമാണ് ചവറ, അതറിയാം. അതിനടുത്ത സ്ഥലമാണ് നീണ്ടകര എന്നറിയാം. അവിടെയാണ് ആദ്യമായിട്ടുള്ള തീരദേശ പോലീസ് സ്റ്റേഷൻ വന്നത് നീണ്ടകരയാണ്. അവിടെ കയറിയിട്ടുണ്ടോ? കയറിയിട്ടില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ കയറ്റണോ എന്നെ? ഇവിടെ വന്നോളൂ.
എനിക്ക് അവിടെയാണെന്ന് അറിയാം. നീണ്ടകര പോലും ഞങ്ങൾ സംസാരിക്കാറുണ്ട് അതിനെക്കുറിച്ച്. നമ്മുടെ നാട്ടിൽ വന്ന ആദ്യത്തെ ഒരു സംഭവമല്ലേ, എന്തായാലും നമ്മൾ എടുത്ത് പറയാതിരിക്കില്ല. അതൊരു വലിയ സംഭവമാണ്. ഇത് വന്ന സമയത്തൊക്കെ ഞങ്ങളുടെ നാട്ടില് എന്റെ അപ്പച്ചിയൊക്കെ പറയാറുണ്ട്, ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ വേറെ കേരളത്തിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലെന്നുള്ളതാണ് എന്റെ അപ്പച്ചിയുടെ ധാരണ. അപ്പം ചവറ മാത്രം നീണ്ടകരക്കാരെ മാത്രമായിട്ട് അവർ കൊടുത്തിരിക്കുന്നു എന്നൊരു അഹങ്കാരവും കൂടെ എന്റെ അപ്പച്ചിക്കുണ്ടായിരുന്നെന്ന് പറയുന്നു. അപ്പൊ നീണ്ടകരയാണെന്ന് എനിക്കറിയാൻ സാധിക്കും. അതറിയാം, അത് അറിഞ്ഞു തന്നെ പച്ചക്കുതിര ചോദിച്ചത്. തീർച്ചയായും അല്ലേ, ചാവറയിലുള്ള ആളോടാണ് വന്നിട്ട് നീണ്ടകരയിലെ സംഭവം ചോദിക്കുന്നത്. ശരി പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? നീണ്ടകര ശരി ഉത്തരമാണ്. അല്ല, കുറച്ച് നേരമായിട്ട് നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പോവാണ്. ഈ 32,000 രൂപ ഇപ്പൊ സമ്മാനം നേടിയപ്പോ കൽപ്പന പേടിക്കുന്ന ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം ശരിയായില്ല എങ്കിൽ ആ 16,000 കിട്ടില്ല, അത് 8,000 ആയിട്ട് ചുരുങ്ങി പോകും. അങ്ങനത്തെ ദ്രോഹവും കൂടെ ചെയ്യും. അങ്ങനത്തെ ചെറിയൊരു ദ്രോഹം ഇടയ്ക്കിടയ്ക്ക് പച്ചക്കുതിര ചെയ്യും. അതിവിടെ ഉണ്ട്, ഒരു ഹേർഡിൽ ഉണ്ടായിരുന്നു, ഒരു ഹോപ്പ് ഹേർഡിൽ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബുദ്ധിയുടെ അത് കുറയ്ക്കുകയാണത്. അവിടേക്കാണ് നമ്മളെ കുത്തുക. അതിനകം തന്നെ ഒരു പിച്ചാത്തി എടുത്ത് വെച്ച് കുത്തി കൊന്ന് നമ്മളെ കസേരയിൽ ഇടുന്നായിരുന്നല്ല. ചെറുതായിട്ട് പേടിപ്പിക്കും. ഞാൻ അതുകൊണ്ടാണ് പറയാതിരുന്നത്. അതറിയാതെ അങ്ങ് പോയതുകൊണ്ട് ആ കടമ്പ ചാടിക്കിടന്ന് 32,000 നേടി. ഇനി അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 64,000 കിട്ടും. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഇത്രയും കാലമായി സിനിമയിൽ വന്നു, സിനിമയിൽ ഇപ്പോഴും ലൈവായി നിൽക്കുന്നു. എത്രയോ പേരല്ലേ നമ്മളോടൊപ്പം സിനിമയിൽ വന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് മുമ്പേ സിനിമയിൽ വന്നവർ കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സിനിമയെ വേണ്ടാന്ന് വെച്ച് പോകേണ്ടി വരും, അല്ലെങ്കിൽ സിനിമ അവരെ വേണ്ടാന്ന് വെക്കും. ഞാൻ എപ്പോഴും സിനിമയെ പറ്റി പറയാറുണ്ട്, സിനിമയ്ക്ക് നമ്മളൊന്നും വേണ്ട, നമുക്കാണ് സിനിമ വേണ്ടത്. അല്ല, ഇപ്പൊ ഒരു സംവിധായകനും സിദ്ദിഖ് എന്ന് പറയുന്ന നടനോ കൽപ്പന എന്ന് പറയുന്ന നടിയെ ആവശ്യമില്ല. അതില്ലെങ്കിൽ വേറെ ആള്, അവർക്ക് അങ്ങനെ ചെയ്യാൻ. പക്ഷെ നമുക്കാണ് ഇവരൊക്കെ വേണ്ടത്. നമുക്കാണ് നല്ല നല്ല കഥാപാത്രം. നമുക്ക് സിനിമയാണ് ആവശ്യം. എന്റെ ഓർമ്മയിൽ ഞാൻ സിനിമ കണ്ടു തുടങ്ങിയതിനു ശേഷം എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് മരിക്കുന്ന സിനിമാ നടൻ എന്ന് പറയുന്നത് സത്യൻ സാറാണ്. ഞാൻ ഞെട്ടിപ്പോയി, സത്യൻ സാർ മരിച്ചു എന്ന് കേട്ടപ്പോൾ. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സിനിമാ നടൻ മരിച്ചു പോവുക, അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു, അദ്ദേഹം മരിച്ചു എന്നിട്ട് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. നമ്മൾ വിശ്വസിക്കില്ലല്ലോ, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നുണ പറയുന്നതായിരിക്കും. റേഡിയോയിൽ ന്യൂസ് വരാൻ തുടങ്ങി, പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നു. അപ്പോൾ സത്യൻ സാറാണ് ആദ്യം നമ്മളെ വിട്ടുപോകുന്ന, എന്റെ ഓർമ്മയിൽ നമ്മളെ വിട്ടുപോകുന്ന സിനിമാ താരം. അദ്ദേഹം മരിച്ചു എന്ന് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നി. അന്ന് മധുസാറിന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. എല്ലാവരും സത്യൻ സാറിനെ കുറിച്ച്, അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ധീരതയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ചൊക്കെ വളരെ ഫേമസ് ആണല്ലോ. അത് പോലീസ് ഓഫീസറായിരുന്നു, അതുകൊണ്ട് എന്ത് നേരിടാൻ നല്ല ധൈര്യമാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആവശ്യമില്ലാത്തൊരു കമന്റ് ഒരുത്തം പറഞ്ഞ അപ്പർ റിയാക്ഷൻ, ശാരദാമ്മയെ ആരോ എന്തോ പറഞ്ഞു പറഞ്ഞപ്പോൾ കാരണം നോക്കി അടിച്ച ആളാണ്, അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പോ അത്രയൊക്കെ ധൈര്യം, അങ്ങനെ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന്റെ നഷ്ടം, മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടമാണ്, ഇനി അദ്ദേഹത്തിന് പകരം ഒരു നടനില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് മധുസാറിന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. ഞാൻ ഇന്നാളും മധുസാറിന്റെ അടുത്ത് പറഞ്ഞു. സിനിരമ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ ആ സമയത്ത് മധുസാർ എഴുതി, ഇവിടെ ഒരു സത്യൻ മരിച്ചാലും 100 പ്രേം നസീർ മരിച്ചാലും 1000 മധു മരിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, മലയാള സിനിമ മുന്നോട്ട് തന്നെ പോകും. സിനിമയ്ക്ക് അങ്ങനെ നഷ്ടമൊന്നും വരില്ല, സത്യന് വരും വേറൊരാൾ വരും, അങ്ങനെ വരും. നഷ്ടപ്പെട്ടു പോകുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമാണ് അദ്ദേഹം നഷ്ടപ്പെട്ടത്. സിനിമ കുറച്ചു കാലം കഴിയുമ്പോൾ അദ്ദേഹത്തെ മറക്കും, മറ്റൊരാൾ വരും എന്ന് പറഞ്ഞിട്ട് മധുസാറിനെ അന്ന് പലരും വിമർശിച്ചു. അങ്ങനെ പറയാൻ പാടില്ലെന്ന് സാർ പറഞ്ഞത് സത്യമാണ്. ഇന്നും നമ്മൾ കാണുന്നില്ലേ പലരുടെ അഭാവത്തിൽ. ഇപ്പൊ തിലകൻ ചേട്ടനില്ല, തിലകൻ ചേട്ടൻ ചെയ്ത പോലെ കഥാപാത്രങ്ങൾ ചെയ്യാൻ നമുക്ക് ആരെ സങ്കല്പിക്കാൻ പറ്റും? നമുക്ക് പകരം വെക്കാൻ അല്ല, നമുക്ക് പകരം വെക്കാനാ. തിലകൻ ചേട്ടന് പകരം നിർത്താൻ നമുക്ക് ആരുമില്ല. പക്ഷെ ഉള്ളവരെ വെച്ച് സിനിമ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അവർക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ചെയ്യും, മികച്ച നടന്മാരുണ്ടാവും. കുറച്ചു കാലം കഴിയുമ്പോൾ അവർ പോകും, നമ്മൾ പോയേ പറ്റൂ. സിനിമ ഒഴുകിക്കൊണ്ടിരിക്കും, നമ്മൾ അതിന്റെ ഇടയ്ക്കെങ്കിലും ഒരു ഭാഗത്ത് വന്നുകൊണ്ടിരിക്കും. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, കൽപ്പന ഞാൻ വന്ന കാലം മുതൽ ഇപ്പോഴും ലൈവായിട്ട് തന്നെ സിനിമയിലുണ്ട്, വളരെ സജീവമായ രംഗത്ത്. എന്താണ് കൽപ്പന ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ? ഇൻഡസ്ട്രിയിൽ ഉണ്ടാവണം, ഞാൻ എപ്പോഴും ഉണ്ടാവണം, ഞാൻ ലൈവായിട്ട് ഉണ്ടാവണം. സിദ്ധു, അങ്ങനെ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് സിദ്ധു ചോദിച്ചത്. ഞാൻ ഇനി വേണ്ടി നമ്മളിപ്പോ ഒരു തയ്യാറെടുപ്പുകളില്ലേ നമുക്ക്, ഞാൻ എക്സസൈസ് ചെയ്യുന്ന ആളല്ല, കൃത്യമായി ഡയറ്റ് നോക്കുന്ന ആളല്ല, കറക്റ്റിന് ഫുഡ് കഴിക്കുന്ന ആളല്ല, ഒന്നും കറക്റ്റിന് നോക്കുന്ന ഒരാളെ അല്ല. പിന്നെ വരുന്ന ക്യാരക്ടർ, സിദ്ധുവിനെയൊക്കെ ഞാൻ ആലോചിക്കും പലപ്പോഴും പറയുമ്പോൾ, ഈ ഹെയർ ഡ്രസ് മുതൽ ക്യാരക്ടർ എങ്ങനെ, ഒരു മാനറിസം, അതൊന്നും ഞാൻ ചിന്തിക്കാറില്ല സിദ്ധു. സ്പോട്ടിൽ പോകുമ്പോഴാണ് പലപ്പോഴും ക്യാരക്ടർ അറിയുന്നത്. കൺട്രോളേഴ്സാണ് നമ്മളോട് സബ്ജക്ട് വിളിച്ച് പറയുക. സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഇന്നസെന്റ് ചേട്ടന്റെ വൈഫ് അല്ലെങ്കിൽ ജഗദീശന്റെ വൈഫ്, ഇതാണ് പേര്, ഇങ്ങനെ ഒരു. പൊതുവേ ഞാൻ ചെയ്തിട്ടുള്ളത് ആദ്യമൊക്കെ ഈ പഞ്ചാര റോളാണ്, പിന്നെ ചെയ്തത് മൊത്തം ഭർത്താവിനെ അടിക്കാൻ നിൽക്കുന്ന ഒരു ക്യാരക്ടേഴ്സുമാണ്. ഇതിൽ നിന്ന് വേറിട്ട് ഞാനൊരു റോളും ചെയ്തിട്ടില്ല. അടുത്ത സമയത്ത് ഇന്ത്യൻ റുപ്പി, കേരള കഫേ കഴിഞ്ഞ് ഈ ശയനം പോലുള്ള നല്ല സിനിമകളും ഞാൻ ചെയ്തിട്ടുണ്ട്. കേരള ബ്രിഡ്ജ് എടുത്ത് പറയണം, ബ്രിഡ്ജ് ലൈഫ് ടൈം റോളാണ്. ബ്രിഡ്ജ് ആകെപ്പാടെ ഒരു കുറച്ചേ ഉള്ളൂ അതില്. ബ്രിഡ്ജ് പടത്തിന് ശേഷം ഇന്ത്യൻ റുപ്പി ചെയ്തു. അതിനുശേഷം ഞാനൊരു തയ്യാറെടുപ്പ് നടത്തിയെന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് ഈ ഫിലിമാണ് സ്പിരിറ്റ്.
അപ്പോഴത്തേക്കും എനിക്ക് തോന്നി കോമഡി എന്ന് പറയുമ്പോൾ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല സിദ്ധു. അത് കുഴപ്പമില്ല, സ്പോട്ടിൽ ചെന്ന് കഴിയും, ഏതാനും കൂടി ഒന്ന് പിന്നെ ഇടണം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും മാനറിസം കൊടുക്കാമെങ്കിൽ കൊടുക്കാം, മിക്കവാറും അത് കൊടുക്കാനും ഒന്നും പറ്റില്ല. സ്പോട്ടിൽ വന്നു ഡയലോഗ് പറഞ്ഞു തീർത്തു, അത്രേ ഉള്ളൂ. ഈ ഫിലിമിൽ വന്നപ്പോഴത്തേക്കാണ് എന്നിട്ട് മിസ്റ്റർ രഞ്ജിത്ത് നേരിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഈ ക്യാരക്ടറിൽ കൂടാണ് ഈ പടം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ രഞ്ജിക്ക് പൊതുവെ ഈ പുരികെ നൈസായിട്ട് എടുക്കുന്ന ഇഷ്ടമല്ല, അത് കറക്റ്റ് ആവണം, നാച്ചുറലായിട്ടൊരു സ്ത്രീയെ ചെയ്യാറില്ല. സോ ഞാൻ ഈ ഐബ്രോസ് ഒക്കെ വളർത്തി കുറച്ചുകൂടെ മെലിഞ്ഞു. കാരണം ഭർത്താവിന്റെ സംശയരോഗം മൂലം അദ്ദേഹത്തിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാത്തൊരു ജോലിക്ക് നിൽക്കുന്ന പങ്കജം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പൊ അതിനുവേണ്ടി സിദ്ധു ഞാൻ നൈറ്റ് ഫുഡ് കട്ട് ചെയ്തു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡയറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് നടത്തിയ സ്പിരിറ്റ് എന്ന പടത്തിലെ പങ്കജത്തിന് വേണ്ടിയാണ്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോ പച്ചക്കുതിരയും അതിന്റെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇനി 64,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പച്ചക്കുതിര, 7ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യ കളർ സിനിമ ഏത്? ഇന്ത്യയിലെ ആദ്യ കളർ സിനിമ ഏത്? പച്ചക്കുതിര ഓപ്ഷൻ: എ സൈരന്ദ്രി, ബി കിസാൻ കന്യ, സി കാഗസ് കെ ഫൂൽ, ഡി രാജ ഹരിചന്ദ്ര. സൈരന്ദ്രി. കൺഫേം ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കളർ സിനിമ സൈരന്ദ്രിയാണ്. പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, എ സൈരന്ദ്രി. സിനിമയുടെ കാര്യമാണ്, വീട്ടിലും സിനിമ മാത്രം ചർച്ച ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കളർ സിനിമ സൈരന്ദ്രിയാണ് കൽപ്പന പറയുന്നത്. പച്ചക്കുതിര എന്താണ് പറയുന്നത്? ഏതാണ് ശരിയായ ഉത്തരം? എ സൈരന്ദ്രി. 1931 പുറത്തിറങ്ങിയ സിനിമയാണ് സൈരന്ദ്രി. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ കളർ സിനിമ. 64,000 രൂപ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. അടുത്തതാണ് ഏറ്റവും വലിയ കുതിച്ചുചാട്ടം. 64 നിന്നും ചാടുന്നത് 1,28,000 അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, 1,28,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട 8ാമത്തെ ചോദ്യം. സമയം കഴിഞ്ഞു. ഒരു ദിവസം കൂടി കൽപ്പന ഞങ്ങളോടൊപ്പം ഇരുന്നേ പറ്റൂ. ഇന്നത്തെ ഈ രാത്രി കൊണ്ട് കൽപ്പനയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പച്ചക്കുതിരയ്ക്കോ പ്രേക്ഷകർക്കോ താല്പര്യമില്ല. ഒരു ദിവസം കൂടി കൽപ്പന ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ് പച്ചക്കുതിര പറയുന്നത്. ഞാൻ ചോദിച്ച 7 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞ് 64,000 രൂപ സമ്മാനമായി നേടിക്കൊണ്ട് കൽപ്പന എന്റെ മുന്നിലിരിക്കുകയാണ്. ഇനിയും കൽപ്പനയുടെ ബുദ്ധിയുടെ ആഴമളക്കാൻ എന്റെ കയ്യിൽ 3 ചോദ്യങ്ങളാണുള്ളത്. ഈ 3 ചോദ്യങ്ങളുമായി അടുത്ത ദിവസം ഞാനും കൽപ്പനയും നിങ്ങളുടെ മുന്നിലേക്കെത്തും. അതുവരെ ശുഭരാത്രി.